അസ്സലാമലൈക്കും, നമസ്കാരം. CNS മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 11.5 സെൻറ്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന പണി തീരാത്തൊരു വീടും ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഓടിട്ട വീടും, ഇങ്ങനെ രണ്ട് വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗവും റോഡാണ് വരുന്നത്. ഫ്രണ്ട് ഭാഗം ടാറിട്ട റോഡ്, സൈഡ് ഭാഗത്തൂടെ കോൺക്രീറ്റ് റോഡ്. തൊട്ട് പിന്നിലായിട്ടൊരു ഓടിട്ട വീടുണ്ട്. അപ്പോൾ രണ്ട് വീടുകളാണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ടോട്ടലി ഉള്ളത്. ഈ ഒരു ഓടിട്ട വീട്ടിൽ 3 റൂം വരുന്നുണ്ട്. വെള്ളത്തിനായിട്ടൊരു പൊതു കിണറുണ്ട്. 4 വീട്ടുകാർക്ക് അവകാശമുള്ള ഒരു പൊതു കിണർ തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല. രണ്ട് ഭാഗം വഴി സൗകര്യമുണ്ട്. ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു പണി തീരാത്തൊരു വീട്, പിൻഭാഗത്ത് ഈ ഒരു നിലവിൽ വാസയോഗ്യമായിട്ടുള്ള താമസിക്കുന്ന ഒരു വീടും. മലപ്പുറം ജില്ലയിലെ കാരാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി, അരീക്കോട് റൂട്ടിൽ. അപ്പോൾ കറക്റ്റ് വിശദമായിട്ടുള്ള ലൊക്കേഷൻ, ഇതിൻ്റെ വില എല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതിൽ ഒരു തെങ്ങുണ്ട്, ഫ്രണ്ട് ഭാഗത്ത് ചെറിയ കായ്ക്കുന്ന ചെറിയൊരു തെങ്ങുണ്ട്. അതുപോലെ തന്നെ പിൻഭാഗത്തായിട്ട് ചെറിയ മരങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. കുറച്ച് ഭാഗം ഇങ്ങനെ കാട് പിടിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളത് വിൽപ്പനക്കായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇനി വാങ്ങുന്നവർക്ക് ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ചെയ്യുക. അതിൻ്റെ ഫ്ലോർ ടൈലുകൾ, അതുപോലെ തന്നെ ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികൾ, പെയിൻറ്റിംഗ് ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കോലത്തിലാണ് നമ്മൾ വിൽപ്പന ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ്. ഫുള്ള് മണലിലാണ്, ഫുള്ള് എംസാൻഡും നല്ല ഫുള്ള് മണൽ വെച്ചിട്ടാണ് തേപ്പ് പടവ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജനൽക്കട്ടിലെ വാതിൽക്കട്ടിലെ ഇതൊക്കെ നല്ല വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ വലിയൊരു ലിവിങ് റൂമാണ്. ഈ ഒരു ഹാളിൻ്റെ മുകളിലേക്ക് സ്റ്റെയറൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഉണ്ട് അവിടെ മണൽ കൂട്ടിയിട്ടാണ്, ഫുള്ള് മണലിൽ ചെയ്തിട്ടുള്ള നല്ല വൃത്തിക്ക് ചെയ്തിട്ടുള്ളൊരു വീട് തന്നെയാണ്. ഇനി ഫിനിഷിംഗ് വർക്ക് മാത്രം പെൻഡിങ് ഉണ്ട്. ലിവിങ് റൂമിനോട് ചേർന്നിട്ട് ഇവിടെ വലിയൊരു ഡൈനിങ് ഹാളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് പാർട്ടീഷനായിട്ട് വലിയ രീതിയിൽ പറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉണ്ടാവും 4 ഉള്ളിയുടെ വിൻഡോസ്. സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ വിൻഡോസൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വയറിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ വയറിങ്ങിൻ്റെ പോയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. വയർ ഇട്ട് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ ബാത്റൂം, ഇവിടെ ഈ ഹാളിലുള്ള കോമൺ ബാത്റൂമാണിത്. ബാത്റൂമിൽ ടൈൽ ഒട്ടിക്കാണ്ട് പ്ലംബിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെയാണ്. ഒന്ന് ചെറിയ റൂമുകളൊന്നുമല്ല, പറ്റിടിങ്ങിയ റൂമുകളൊന്നുമല്ല, നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ്. ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത്. അപ്പോൾ ഇനി പ്ലംബിങ്, കൺസീൽഡ് വർക്ക് ചെയ്യാണ്ട്, ഫ്ലോർ ടൈൽ ഒട്ടിക്കാണ്ട്, അങ്ങനെ ഇനി ഫിനിഷിംഗ് വർക്കുകൾ പെൻഡിങ്. ഇനി നേരെ ഇവിടെ ആയിട്ട് ഇവിടെ മറ്റൊരു ബെഡ്റൂം. മുകൾ ഭാഗത്ത് 2 ബെഡ്റൂം. ഈ വീട് ഒരു അണ്ടർഗ്രൗണ്ടുള്ള വീട് കേട്ടോ. അപ്പോൾ അടിഭാഗത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. മുകൾ ഭാഗം റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചുമരിൽ അലമാരിക്കൊക്കെ പോയിൻ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഈ ലാസ്റ്റിൽ ഇവിടെ ചിമ്മിനി കൂടൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ സ്ലാബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് ഇവിടെ സ്റ്റോർ റൂം ഇവിടെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല വിൻഡോസ് കാര്യങ്ങൾ വെളിച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ റാക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ വിൻഡോസൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ഇതൊക്കെ നല്ല മരം വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ കമ്പി വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇരുമ്പ് ഒന്നുമല്ല, സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അടിഭാഗത്തൊരു ബെഡ്റൂമുണ്ട്. ഇവിടുന്ന് ഒരു സ്റ്റെയർ കൊടുത്തിട്ട്, അത് സ്ഥലത്തിൻ്റെ ഘടനക്കനുസരിച്ചാണ് ഇത് വീട് കയറ്റിയിട്ടുള്ളത്. നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അടിഭാഗത്ത് ഇവിടെ വലിയൊരു റൂം വരുന്നുണ്ട്. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. കോമൺ ആയിട്ട് ഇവിടെ വേറൊരു ബാത്റൂം വരുന്നുണ്ട്. ഇനി തൊട്ട് ചാരിയിട്ട് ഇതാണ് ഇവരുടെ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നൊരു വീടാണിത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഘടന 2 സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് വീട് കയറ്റിയിട്ടുള്ളത്. ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടോ, അടിഭാഗത്ത് അണ്ടർഗ്രൗണ്ടുള്ള ഒരു റൂം, മുകൾ ഭാഗത്ത് കിച്ചണാണ് വരുന്നത്. ഒരു സ്റ്റെപ്പായിട്ടാണ് വരുന്നത്. തൊട്ട് ചാരിയിട്ട് ഇപ്പോൾ ഇവർ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു വീട്. അപ്പോൾ ഇത് നല്ല ഇതിനൊക്കെ പറ്റും. മുകൾ ഭാഗം നമ്മൾ ആ വീട് ഫിനിഷിങ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിൻഭാഗത്തെ വീട് ഇത് നമ്മൾക്ക് റെൻറ്റിനൊക്കെ കൊടുക്കാം. മാസത്തിൽ വാടകയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് കിട്ടും. ഇനി അതല്ല, ഈ വീട് നമ്മൾക്ക് ഇവിടെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിൻഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് മുറ്റം കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അടുക്കള ഭാഗം കുറച്ച് ചെത്തി കഴിഞ്ഞാൽ നമുക്ക് 2 കഷ്ണങ്ങളായിട്ട് അങ്ങനെയും കൊടുക്കാം, 2 വീടുകളായിട്ട് കൊടുക്കാം. നിലവിൽ ഇവർ ഒരുമിച്ച് ഇത് കൊടുക്കുള്ളൂ. അപ്പോൾ പിൻഭാഗത്തുള്ള വീടാണിത്, ഓടിട്ട വീട്. ഇതിൽ 3 റൂം വരുന്നുണ്ട്. ഒരു പൂമുഖം, കിച്ചണ്, ഉള്ളിൽ ബാത്റൂമൊക്കെ വരുന്ന സൗകര്യമുള്ള നല്ലൊരു വീട് തന്നെയാണിത്. നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമൊക്കെ ഉണ്ട്. സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മുറ്റുണ്ട്.
ഇതിൽ കിച്ചണിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഓടിയിട്ടുള്ളത്. കമ്പിയും പട്ടയും വെച്ചിട്ടാണ് കിച്ചണിൻ്റെ ഭാഗം ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ഭാഗങ്ങളൊക്കെ സാധാരണ പട്ടിക കഴുക്കോലൊക്കെ വെച്ചിട്ടാണ്. ഇതിൽ സിറ്റ് ഔട്ടില്ല, ഫസ്റ്റ് കയറി വരുന്നത് ഇങ്ങനെ ഒരു ഹാളിലേക്കാണ്. ഇതിൽ നിലവിൽ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് റെഡ് ഓക്സൈഡാണ്, കാവ്യാണ്. അതിനോട് ചേർന്നിട്ട് ഇവിടെ വലിയൊരു പൂമുഖം, ഇവിടെ നിന്നും പുറത്തേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട്. ഇതുണ്ടോ, മോൾ ഭാഗം ചെതലോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ലാതെ നിലവിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നല്ല വാസയോഗ്യമായിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്, ഒരു ചെറിയൊരു പാസേജ് ഏരിയ, ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നത്. ഇതൊരു 9-8 സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമാണ്. 9-8 സൈസുകളൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതുള്ളത്. തൊട്ടടുത്തായിട്ട് ഇവിടെ മറ്റൊരു റൂം വരുന്നുണ്ട്. ഈ റൂമിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ വരുന്നത്. കിച്ചൺ സ്ലാബ് ഉണ്ട്, വെള്ള സൗകര്യമൊക്കെ ഉണ്ട്, കിച്ചൺ സിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ വിറകടുപ്പുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഫുള്ള് ഇൻഡസ്ട്രിയൽ വർക്കാണ്, റാക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്, വീടിൻ്റെ ഉൾഭാഗത്തിന് ഒരു കോമൺ ബാത്റൂം. ഇതാണ് പിൻഭാഗത്ത് നമ്മൾ ആ പുതിയ വീടിനോട് ചാരിയിട്ട് ഇവിടെ ചെറിയൊരു സ്ഥലപരിധി ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ. ഇവിടെ പുറത്തായിട്ട് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, കുളിമുറി ടോയ്ലറ്റൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. 11.5 സെൻറ്റ് സ്ഥലത്ത് 2 വീട്. ഫ്രണ്ട് ഭാഗത്തായിട്ട് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 3 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള പണി തീരാത്ത നല്ല പുതിയൊരു ടെറസിട്ട വീട്. തൊട്ടടുത്തായിട്ട് നിലവിൽ ഇവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓടിട്ട ഒരു 3 റൂമുള്ള നല്ലൊരു വീട്. അപ്പോൾ ഇതിൽ വെള്ളത്തിനായിട്ട് തൊട്ടടുത്ത് ഇവർ 3-4 വീട്ടുകാർക്ക് ഒരു പൊതു കിണറാണുള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഇവർ വെള്ളം എടുക്കുന്നത്. അത് ഈ 3-4 വീട്ടുകാർക്ക് അവകാശമായിട്ടുള്ള ഒരു കിണറുണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ചേ കൊടുക്കുള്ളൂ. ചിലപ്പോൾ ചില ആളുകൾക്ക് ഓടിട്ട വീട് മാത്രം തരുമോ മറ്റേത് തരുമോ എന്ന് ചോദിച്ചിട്ട് ആൾക്കാർ വിളിക്കും. പക്ഷേ നമ്മളിത് ഒരുമിച്ചാണ്. ടോട്ടലി 11.5 സെൻറ്റിലാണ് ഈ 2 വീട് നിൽക്കുന്നത്. അപ്പോൾ വീടിൻ്റെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വീട് അവിടെ കയറ്റിയിട്ട് പിൻഭാഗത്ത് നമുക്ക് വാടകയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി അതല്ല, അവിടെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ഈ വീട് ഫ്രണ്ടത്ത് ഓപ്പൺ ആകുന്നതോടുകൂടി അവിടെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ പിൻഭാഗത്ത് കുറച്ച് മുറ്റം കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെയുള്ള പർപ്പസിനൊക്കെ പറ്റും. വാടകയ്ക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ച് സ്ഥലമായിട്ട് കിടക്കാൻ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു ഇത്. 11.5 സെൻറ്റ് സ്ഥലം. ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി അരീക്കോട് റോട്ടിൽ കാരാപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ്. കാരാപ്പറമ്പ് മെയിൻ അങ്ങാടിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ഏകദേശം 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ദൂരപരിധി മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം. ഉദ്ദേശിക്കുന്ന വില 40 ലക്ഷം രൂപയാണ്, 40 lakh rupees. സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ്, നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ. 40 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും, വില നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സൈഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിലും എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.